ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അടിയന് വന്ന് പ്രസംഗിക്കാൻ ദൈവമിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിച്ചു, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്നാനമേൽക്കണം. ഇത് രണ്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ മത്തായി 3:6 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഏറ്റു എന്ന് അവിടെ കാണുന്നു, അല്ലെ? അവിടെ എഴുതിയിരിക്കുന്ന സ്നാനം ഏറ്റു, ബാപ്റ്റൈസ്ഡ് എന്ന വാക്ക് ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും വന്നതാണ്. പ്രസിദ്ധമായ ഒരു ഗ്രീക്ക് ഇംഗ്ലീഷ് നിഘണ്ടു അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുക്കുക, നിമജ്ജനം ചെയ്യുക, വെള്ളത്തിൽ താഴ്ത്തുക, അടിയിലേക്ക് താഴ്ത്തുക, അമർണമാക്കുക. മറ്റു നിഘണ്ടുകളും ശബ്ദകോശങ്ങളിലും ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? യോഹന്നാന്റെ സ്നാനം എന്തായിരുന്നു? മാനസാന്തര സ്നാനം. അപ്പോൾ യോഹന്നാൻ സ്നാനം നടത്തിയിരുന്നു, അല്ലെ? യോഹന്നാന് ഒരു സ്നാനം നടത്തിയിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? മാനസാന്തര സ്നാനമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? പാപക്ഷമയും അതില് സൂചിപ്പിക്കുന്നു എന്നതാണ്. സ്നാനത്താൽ എന്ത് ചെയ്യുന്നു? എന്താണ്? പാപക്ഷമയും സൂചിപ്പിക്കുന്നു. അതായത് മാനസാന്തരവും പാപക്ഷമയും എന്താണ്? സ്നാനത്താൽ മാത്രം ഇവ രണ്ടും ഉളവാക്കപ്പെടുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 1:4 നമ്മൾ വായിക്കുന്നു. മർക്കോസ് 1:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ ഈ സ്നാനവും വിശ്വാസവും രണ്ടും ഘടകങ്ങളാണ്. ആദ്യത്തെ ഘടകം ഏതാണ്? വിശ്വസിക്കുക. രണ്ടാമത്തേത് സ്നാനം. ഇത് രണ്ടുമില്ലാതെ എങ്ങനെ രക്ഷയിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്. അത് ഇന്നത്തെ പല ന്യൂ ജനറേഷൻസ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചുകൾ പഠിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ അവർ പറയുന്ന ഒറ്റയടിക്ക് രക്ഷ കിട്ടും, കർത്താവിന്റെ അടുക്ക് വന്ന് മതി, യേശുവെ കർത്താവ് എന്ന് നിലവിളിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ രക്ഷ കിട്ടുമെന്ന്. ഈ 2 സ്റ്റെപ്പുകൾ കഴിയാതെ എങ്ങനെ രക്ഷ ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കണം. കാരണം ഈ സ്വതന്ത്ര സഭകളിൽ അല്ലെങ്കിൽ ന്യൂജൻ സഭകളിൽ പോകുന്ന വ്യക്തിത്വങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളൂ: നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളെ അവർ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. പ്രധാനമായിട്ടും അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? കാര്യസാധ്യം മാത്രമാണ് എന്നുള്ള കാര്യമാണ്. ഒരിക്കൽ ഞാൻ ഇതിൽ ഒന്ന് സന്ദർശിച്ചപ്പോ അവിടെ കാണുവാനായിട്ട് സാധിച്ചു, മറ്റേ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ വീട്ടിലുള്ള ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, സ്നാനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് നിങ്ങളുടെ പഴയ എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് തിരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇവരെ പോലെയുള്ള
ഈ സ്വതന്ത്ര അല്ലെങ്കിൽ ന്യൂ ജനറേഷൻസുകളെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നു? നിങ്ങളുടെ നരകം ഉറപ്പാക്കി തരുന്നു എന്നുള്ളതാണ് ഈ പഠിപ്പീരുകളിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സ്റ്റേജുകളിൽ തൃത്വം പ്രസംഗിക്കുകയും 3 ദൈവങ്ങളെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഇവർ എന്താണ്, കാലാകാലങ്ങളായി ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റേജുകളിൽ നിറയുന്നത് 1, 2, 1000, 1000 ഒന്നുമല്ല, 1, 2 ലക്ഷം ആളുകളൊക്കെയാണ് ചില സ്റ്റേജുകളിൽ അവരുടെ സ്റ്റേജുകളിൽ വരുന്നതും അവരുടെ സ്റ്റേജുകൾ നിറയുന്നതും അവരുടെ ടെന്റുകൾ നിറയുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. എണ്ണത്തിൽ കവിയുന്നതിൽ കൂടുതൽ ആളുകൾ അവിടെയുണ്ട്. നമ്മള് യേശു കർത്താവ് അപ്പൊ ഞാൻ സാക്ഷാൽ അപ്പമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്ര പേർ കർത്താവിന്റെ കൂടെ നിന്നു? ശിഷ്യന്മാരല്ലാതെ ഓരോറ്റ വ്യക്തികളും അവിടെ നിന്നില്ല. കർത്താവിനെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എത്ര പേർ അവിടെ നിന്നു? യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അപ്പോസ്തലന്മാർ, അതായത് 12 ശിഷ്യന്മാരല്ലാതെ ആരും അവിടെ നിന്നില്ല. ഇപ്പോ ഈ ആൾക്കൂട്ടവും ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ വിചാരം എന്താണ്? ഇത് ഏതാണ്ട് വലിയ ദൈവത്തിന്റെ എന്തോ വലിയ സംരംഭമായതുകൊണ്ടാണ് ആൾക്കൂട്ടം കൂടുന്നെന്ന്. അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്. ഓരോ പൊൽപ്പറ്റും ഇതും കെട്ടി തൃത്വം സംസാരിക്കുവാൻ, അല്ലെങ്കിൽ 3 ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഒരു പൊൽപ്പറ്റ് കെട്ടിക്കഴിയുമ്പോൾ അവരവരുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടിയുള്ള സുവിശേഷം നടത്തുകയാണ് ആ പുൽപ്പറ്റിനുള്ളിൽ, അല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല അല്ലെ. തൃത്വം പറയുന്നവർക്ക് ഡിമാൻഡ് കൂടുതലാണ്. കാരണം തൃത്വം എന്ന് പറയുന്ന സംഗതി പല ആളുകളും പറയുന്നത് ദുരുപദേശമല്ല. കാരണം പുസ്തകങ്ങൾ എഴുതി വെച്ചപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളിലും വിപണിശാലകളിലും ബുക്ക് സ്റ്റാളുകളിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായി എഴുതിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നവനെല്ലാം ദുരുപദേശക്കാരാണ്, തൃത്വം പറയുന്നവനാണ് സത്യം. ഈ തൃത്വം എവിടെ നിന്ന് വന്നു? ബാബിലോണീയമാണ്. അങ്ങനെയുള്ള തൃത്വത്തിൽ രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകളെ, അതുകൂടാതെ തന്നെ പൗരാണിക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള ബെന്തിക്കോസ്തവകൾ, അതായത് വെള്ള ഡ്രസ്സും ആഭരണം ധരിക്കരുതെന്ന് പറയുകയും ഇപ്പോൾ അതിന്റെ ഹെഡ് പോലെയുള്ള പാസ്റ്റർമാർ, അതായത് ബെന്തിക്കോസിന്റെ ഹെഡായ പാസ്റ്റർമാർ പോലും ഇപ്പോൾ ആഭരണം ധരിക്കുകയും എന്നിട്ട് വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുകയും, ആഭരണം ധരിക്കേണ്ട, അത് സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, ആഭരണം ധരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം തൃത്വ ബെന്തിക്കോസ് അല്ലെ, IPC, ഷാരോൺ, അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ്, അങ്ങനെയുള്ള സഭകൾ. കാരണം മനുഷ്യനെ ഇല്ലായ്മയിലേക്ക് തള്ളിവിടുന്ന സഭകൾ. കാരണം അവിടുത്തെ ദൈവദാസന്മാർ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ നല്ല സുഖമായി ജീവിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഇങ്ങനെ സുഖലോപിതരായി ജീവിക്കുന്ന ദൈവദാസന്മാരും അവരുടെ ഇടയിൽ ഉള്ളപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? തൃത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്തുകൊണ്ട് തൃത്വത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു? അവർക്ക് ഡിമാൻഡ് ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമം പറയുന്നവന് ഡിമാൻഡ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ കാലങ്ങളിലൊക്കെയും കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നാമം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമം നൽകിയിട്ടില്ല, ഇനി ഒരു നാമവും തരാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്ന ആ നാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ നാമത്തിന്റെ സ്ഥാനത്ത് തൃത്വം ചേർത്ത് പൂരിപ്പിക്കുന്ന തൃത്വ സ്നേഹിതർ എന്ന് പറയുന്ന എപ്പിസ്കോപ്പൽ മുതൽ ബെന്തിക്കോസ്റ്റൽ, അതായത് ന്യൂ ജനറേഷൻ പോലെ വരെയുള്ള സഭകൾ ഇന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂ ജനറേഷൻ സഭകൾ പ്രധാനമായും അതിലെ സുവിശേഷകർ എങ്ങനെയാണ് ഇതുപോലുള്ള
കുറേയധികം വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കൈക്കലാക്കി. കാരണം ഇപ്പോ കാറ് മേടിക്കാം, വീട് മേടിക്കാം, നിങ്ങൾ അമേരിക്കയ്ക്ക് പോകും, ഇവിടെ ഓസ്ട്രേലിയക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏറെ നാളുകളായി പറ്റിച്ചുകൊണ്ടുള്ള സുവിശേഷം, അല്ലെ, രോഗം മാറും, മുഴ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സുവിശേഷങ്ങൾ. അവർ പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു മുഴ പോലും മാറിയിട്ടുണ്ടാവില്ല, എന്നിട്ട് പറയും മുഴ മാറി, അല്ലെ. അതുപോലെ തന്നെ രോഗം മാറി, എന്ന് മാറി ഒരു പിടുത്തവുമില്ല, അല്ലെ. 3 മാസം കഴിയുമ്പോൾ രോഗി മരിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രവചനവും അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഒരു പ്രത്യേകത. ഈ കാലങ്ങളിലെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അപ്പോസ്തോലന്മാരുടെ പിൻഗാമി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അപ്പോസ്തോലന്മാരായിട്ട് സ്വയം നടിക്കുകയും അപ്പോസ്തോലനാണെന്ന് പറയുകയും പേരിന്റെ സ്ഥാനത്ത് അപ്പോസ്തോലൻ എന്ന് ചേർക്കുകയും ചെയ്യുന്ന ഈ കാലത്തെ സുവിശേഷകരെന്ന് പറയുന്ന വയറിന് വേണ്ടി ജീവിക്കുന്ന സുവിശേഷകർ ഇക്കാലങ്ങളിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നിങ്ങൾ ഈ തൃത്വത്തിലും ഇവരുടെ ഈ പഞ്ചാര നിറഞ്ഞുള്ള വചനങ്ങളിലും ചെന്ന് ചാടിക്കൊടുത്താൽ നിങ്ങൾക്കൊരിക്കലും രക്ഷയുണ്ടാവില്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വിശ്വസിക്കണം, 2 സ്നാനമേൽക്കണം. ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്ഷ ലഭിക്കുമെന്ന് കരുതുകയേ വേണ്ട, അല്ലെ. ഒരിക്കലും നമുക്ക് കരുതാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നത് 2-ാമത്തെ വ്യക്തിയിലുള്ള രക്ഷയാണ്. ഒരിക്കലും അല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. 2-ാമൻ എനിക്ക് രക്ഷയായി. തൃത്വക്കാർ പറയുന്നത് എന്താണ്? 2-ാമൻ എനിക്ക് രക്ഷയായി തീർന്നു, അല്ലെ. 2-ാമൻ എനിക്ക് രക്ഷയായി തീർന്നു. അതാണ് അവരുടെ തൃത്വത്തിലെ 2-ാമനാണ് ഞങ്ങൾക്ക് രക്ഷയായി തീർന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ 2-ാമനായി കരുതുന്നു. കാരണം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, അല്ലെ. അങ്ങനെ 3 വ്യക്തികൾ അവിടെ നിലനിൽക്കുന്നു എന്ന് തൃത്വക്കാർ പഠിപ്പിക്കുകയാണ്. അപ്പോ ദൈവം ഏകനാണ് എന്ന് ഇസ്രായേലിനോട് മോശ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അതിനെ കുറിച്ച് പഠിച്ചു, അല്ലെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? രക്ഷ പ്രാപിക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം വേണം. ഇത് രണ്ടുമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നത്? അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സഭകളിൽ വരുന്നവർ എന്തിനു വേണ്ടി വരുന്നതാണ്? അവിടെ ആളെ കൂട്ടണം, അല്ലാതെ വേറൊന്നും ഇല്ല. അവിടെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിങ്ങളുടെ കടം മാറും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ കഥകൾ പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു, ഇങ്ങനെ ഒത്തിരി കഥകള് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവരുടെ, അല്ലേ. അപ്പോ രക്ഷയ്ക്ക് സ്നാനവും വിശ്വാസവും വളരെ ആവശ്യകരമായ ഘടകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5:24 നമ്മൾ വായിക്കുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 24-ാമത്തെ, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു.
ഇപ്പോ ആമീൻ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുമ്പോൾ അപ്രകാരം സത്യം, അതായത് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ മഹത്തായ വാക്തത്വങ്ങളിൽ ഒന്നാണിത്. അതാണ് അപ്രകാരം സത്യം. ഞാൻ നിങ്ങളോട് പറയുകയാണെന്ന വാക്കിലൂടെ സുനിശ്ചിതമായ ഉറപ്പാണ് വാക്തത്വം ചെയ്യുന്നത്. അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ ക്രിസ്തു, അല്ലെങ്കിൽ പുത്രത്വം, വീണ്ടെടുപ്പിനെ കാണിക്കുന്ന പുത്രത്വത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, അല്ലെ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയാണോ നമ്മൾ അംഗീകരിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ പുത്രത്വത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിച്ചു, മനുഷ്യനായി വന്ന് അവൻ രക്ഷിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ, അല്ലെ, യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ ജഡത്തിൽ, അല്ലേ. അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് കാണുന്നു, അതായത് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാതെ ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് പറയുന്നു. അപ്പം എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ രണ്ടാമതൊരു വ്യക്തിത്വം അവിടെ ഉണ്ടാകുന്നു എന്ന്. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതായിട്ട് അപ്പോസ്തലന്മാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ആശീർവാദമൊക്കെ പറയുമ്പോ എല്ലാവരും ചിന്ത എന്താണ്? 3 പേരാണ്, അല്ലെ, 3 പേരാണ്, 3 ദൈവമാണ്. അപ്പൊ ഈ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർ വിചാരിക്കുന്നു 3 പേരുടെ നാമത്തിലാണ് ഈ രക്ഷ ഇങ്ങനെ വരുന്നത്. പക്ഷെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷയുള്ളത്, വേറൊരു നാമത്തിലില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷപ്പെടും, അല്ലെ. അപ്പോസ്തല പ്രവർത്തികളില് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം അതാണ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ നാമം, അല്ലേ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. ഇപ്പൊ കർത്താവിന്റെ നാമം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ. കർത്താവിന്റെ നാമം യഹോവയെന്നാണോ? അല്ല. കർത്താവ് നമുക്ക് തന്ന നാമം ഏതാണ്? രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് തന്ന നാമം ഏതാണ്? യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വേറെ നാമത്തിലാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? തൃത്വനാമത്തിലാണോ? അല്ലേ, തൃത്വനാമത്തിലല്ല. അതായത് നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഏതാണ് കർത്താവിന്റെ നാമം എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ. കർത്താവിന്റെ നാമം എവിടെയാണെന്ന് 38-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് കുറിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. ഏതാണ് കർത്താവിന്റെ നാമം? യേശു കർത്താവ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം രക്ഷപ്പെടും, അല്ലാത്തവനൊന്നും രക്ഷപ്പെടില്ല. അത് കാരണം എന്താണ്? വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. 2, സ്നാനപ്പെടണം. സ്നാനപ്പെടുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ ദാനം ലഭിച്ചു എങ്കിൽ മാത്രമേ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. ചുമ്മാതെ ഒരു സെന്ററിൽ പോയി അവിടെ പോയി 2 കൈകൊട്ടി ഞാൻ 2 പാട്ടൊക്കെ പാടി, ഭാഷ പാടുന്ന പോലെ പാട്ടൊക്കെ പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് രക്ഷ നടന്നു എന്ന് ഭാഷ പഠിപ്പിക്കുകയോ വിശ്വാസി അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമെന്നല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് പറയുവാനില്ല, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചൊഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യം തന്നെയാണ്.
അല്ലേ? ഞാൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞു, തങ്കു ബ്രദർ അല്ലേ, അങ്ങനെ അദ്ദേഹം സംസാരിച്ചു ഒരിക്കൽ. സ്നാനപ്പെടുന്നത് വേറെ പ്രിവിലേജ് ആണ്. അപ്പൊ അദ്ദേഹം എന്താണ്, എപ്പിസ്കോപ്പൽ സഭകളെയും തന്റെ സഭയിലേക്ക് ആകർഷിക്കുവാനായിട്ട് താൻ ചെയ്ത ഒരു മാർഗമായിരിക്കാം അത്. പക്ഷേ അത് വളരെ തെറ്റായ ഒരു പഠനമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം വളരെ തെറ്റായ ഒരു പഠനം, വളരെ തെറ്റാണ്. ദൈവവചനവുമായി യാതൊരു ബന്ധവും ആ പഠനത്തിനില്ല, അല്ലേ? അപ്പോ നമ്മള് എന്താണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെ വിളിച്ചപേക്ഷിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും വേണം, അവന്റെ നാമത്തിൽ എന്ത് ചെയ്യണം, സ്നാനപ്പെടുകയും വേണം. സ്നാനമില്ലാതെ എന്ത് ചെയ്യില്ല, രക്ഷയില്ല. അതുകൂടാതെ ഒരു രക്ഷയില്ല. നിങ്ങള് എന്താ പറയാ, ആരാധന കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിന്റെ സത്യത്തിൽ ആത്മാവിലുള്ള ആരാധനയിൽ പോകുന്നുണ്ട്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു ഇതൊക്കെ മതി, സ്നാനപ്പെടുവൊന്നും വേണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിൽ നിങ്ങൾ പെട്ടുപോയി. കാരണം നിങ്ങളെ പറ്റിച്ചു. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ആ കാര്യം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, രക്ഷയ്ക്കുതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം ദൈവവചന പ്രകാരം രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:47 നമ്മൾ വായിക്കുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 6:47 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാലേ നിത്യജീവൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിടത്തും നിത്യജീവൻ നമുക്ക് കിട്ടത്തില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6:47 പ്രവൃത്തികളുടെ പുസ്തകം 16:31 നമ്മൾ വായിക്കുമ്പോ, പ്രവൃത്തികളുടെ പുസ്തകം 16 വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. അതിൽ വിശ്വസിക്കണം. കർത്താവ് യേശു ക്രിസ്തു, അതായത് രക്ഷയുടെ മാർഗം അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ഉത്തരമാണിത്. കർത്താവ് തന്റെ ശിഷ്യന്മാരും വീണ്ടും നൽകുന്ന ഉത്തരം എന്താണ്? ഇത് തന്നെയാണ്. അവർ ഉത്തരം നൽകുകയാണ്. എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ തൃത്വം എന്ന വാക്ക് കണ്ടോ? ഇതൊക്കെയും എന്താണ്, മനുഷ്യനെ പറ്റിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസ്കോപ്പൽ സഭകൾ മുതൽ ഇപ്പോൾ തൃത്വ ബന്ധക്കോസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറും പറ്റീര് മാത്രമാണ് തൃത്വമെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലേ? യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നതിലായിരുന്നു അപ്പോസ്തലന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നത്. വേറൊന്നിനും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കർത്താവിന്റെ നാമം ഏതാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1:17 നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായം 17 വാക്യത്തിൽ കാണുന്നു, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായ കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, അല്ലെ? 1:17 കാര്യം എഴുതിയിരിക്കണം. അതിൽ ദൈവത്തിന്റെ നീതി, അതായത് റോമിലുള്ള വിശ്വാസികൾക്ക്, അതായത് 39 പ്രാവശ്യം, അതായത് താക്കോൽ വാക്യം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. 39 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യർക്ക് എങ്ങനെ നീതിമാന്മാരായി തീരാം, അവൻ അവരെ തന്നോട് ശരിയായി നീതിയുള്ളവരായി ദൈവം മുമ്പാകെ നീതിമാന്മാരായി കണക്കാക്കുന്നതിന് എന്നീ കാര്യങ്ങൾ ദൈവം സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വിശ്വാസത്താൽ ഇവയെല്ലാം സാധ്യമാണ്. വിശ്വാസം മൂലം രക്ഷയെന്ന് പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നില്ല, മാനസാന്തരം ഒഴിവാക്കളയുന്നില്ല. ചിലരുടെ വിചാരം എന്താണ്, ഇവിടെ മാനസാന്തരം ഒന്നുമില്ല, ചുമ്മാ വിശ്വസിച്ചാൽ മതി. ഒരു കാലത്ത് കണ്ണൂരുണ്ടായിരുന്ന സജിത്ത് എന്ന് പറയുന്ന ഒരു ബ്രദറാണെന്ന് തോന്നുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്,
മാനസാന്തരമൊന്നും വേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി, വേറെ ഒരു പരിപാടിയും വേണ്ട. അങ്ങനെ കുറെ കാലം അദ്ദേഹം ഒരു ന്യൂജൻ തുടങ്ങിയ ശേഷം പിന്നീട് അത് വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹം എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് മാറ്റപ്പെട്ടു പോയി. കാരണം എന്താണ്? അവർക്കൊന്നും എന്താണ് ദൈവവുമായി യാതൊരു ബന്ധവുമുള്ളതായി ഒരുറപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ദൈവവുമായി ബന്ധമുള്ളവരാണെങ്കിൽ തൃത്വം പഠിപ്പിക്കുകയില്ല. തൃത്വം പഠിപ്പിക്കുന്നവരൊന്നും എന്താണ് ദൈവത്തിൽ നിന്നുള്ളവരല്ല. വളരെ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞു കൊള്ളട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നവരെല്ലാം എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്നുള്ളവരാണ്. അവരതേ പറയുകയുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 3:22 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 22-ാമത്തെ വാക്യത്തിൽ എഴുതുക, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്താണ് അവർ പറയുന്നത് സാക്ഷ്യം? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അപ്പൊ തൃത്വത്തിലാണോ രക്ഷ പറഞ്ഞേക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷ പറഞ്ഞേക്കുന്നത്, തൃത്വത്തിലല്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് ദൈവവചനത്തിലുടനീളം അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരിക്കുന്നു, നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഒരു കൂട്ടം തൃത്വക്കാർ നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ കാലങ്ങളിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗലാത്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുക ഇല്ലല്ലോ. എന്താണ്? ന്യായപ്രമാണത്താൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതീകരണം സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന രക്ഷ ആദ്യോടന്തം എന്താണ്? അയോഗ്യരായ ജനത്തിനൊരു ദൈവിക ദാനമാണിത്. മാനുഷികമായ യോഗ്യതകൾക്ക് ഇതിനായി ഒന്നും തന്നെ ചെയ്യുവാനില്ല. ഇപ്പൊ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, അല്ലെ? നീ ഒന്ന് നീതി ചെയ്യുന്നെങ്കിൽ, നീ ഇന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. അതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല? നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. രക്ഷയ്ക്ക് എന്താണ്? സ്നാനവും ആവശ്യമാണ്, വിശ്വാസവും ആവശ്യമാണ്. ഈ 2 ഘടകങ്ങൾ പ്രധാനമാണ് എന്നുള്ള കാര്യം ഞാൻ ഇതിൽ ഓർപ്പിക്കുകയാണ്. രക്ഷയ്ക്ക് സ്നാനം എന്ത് ചെയ്യണം? ആവശ്യമാണ്. അത് യേശു കർത്താവിനെ
രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന എല്ലാവരും എന്താണ്, പരസ്യമായിട്ട് ഈ സ്നാനമേൽക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അതായത് ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും സ്നാനമേൽക്കാൻ വിമുഖത കാട്ടുകയും ചെയ്താൽ എന്താണ്, അങ്ങനെയുള്ളവരുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത എന്താണ്, സംശയിക്കപ്പെടേണ്ട ഒന്നാണ്. സ്നാനമേൽക്കാത്തവൻ എന്ത് ചെയ്യും, ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ശിക്ഷാവിധി ഉറപ്പാണ്. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരെണ്ണം എടുത്തു മാറ്റാൻ പറ്റുമോ? അതിനകത്തുനിന്ന് പറഞ്ഞ 2 കാര്യത്തിൽ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമാണ് ശിക്ഷാവിധി ഇല്ലാതിരിക്കുന്ന. വിശ്വസിക്കാത്തവൻ, അതും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ഏത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാത്തവൻ എന്ത് ചെയ്യുന്നു, ശിക്ഷാവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് പ്രിയ സഹോദരങ്ങളെ. അതിന്റെ ഇക്കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം എല്ലാവർക്കും അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം, എല്ലാവരെയും സഹായിക്കണം. അന്യന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സഹോദരന്മാരും മഹത്വവും മുമ്പ് നേടുകണം. ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്വതന്ത്രം.